ഞാൻ സാക്ഷി എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന എല്ലാ നന്മകളും മറ്റുള്ളവരുമായി പങ്കുവെക്കുകയും ആ ദൈവനാമത്തിന് മഹത്വപ്പെടുത്തുകയും എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിന്റെ ലക്ഷ്യം. ഇന്നത്തെ നമ്മുടെ അതിഥി കുവൈറ്റ് അഹമ്മദി ചർച്ച് ഓഫ് ഗോഡിന്റെ അംഗമായിരുന്ന സിസ്റ്റർ ജോളി റെജി ബേബിസനാണ്. ആന്റിയെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യാം. പ്രൈസ് ലോർഡ്. എങ്ങനെയാണ് ആന്റി മാനസാന്തരത്തിലേക്ക് വന്നത്? ആ അനുഭവം ഓർക്കുന്നത്? തീർച്ചയായും ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്. 1995 ഫെബ്രുവരി 16 ഞാൻ രക്ഷിക്കപ്പെടുന്നത്. ഏപ്രിൽ 1995 ഏപ്രിൽ 28 ഞങ്ങൾ കുടുംബമായിട്ട് സ്നാനപ്പെടുവാൻ കുവൈറ്റ് ചർച്ച് ഓഫ് ഗോഡ് കുവൈറ്റ് സ്നാനപ്പെടുവാൻ ദൈവം സഹായിച്ചു. ഈ അനുഭവത്തിലേക്ക് വരുവാൻ കാരണം, ഞാൻ ഇൻവേഷൻ ടൈമിൽ കുവൈറ്റിൽ നിന്ന് വന്ന നാട്ടിൽ നിൽക്കുമ്പോൾ കുറേ കാലം കഴിഞ്ഞപ്പം എനിക്ക് ഹൃദയത്തിൽ സന്തോഷമോ സമാധാനമോ ലഭിക്കാതെ ഞാൻ വളരെ ഭാരപ്പെട്ടു. എവിടെ നിന്ന് കിട്ടും ഇത്? എന്ത് വില കൊടുത്ത് ഇത് കിട്ടും ഈ സമാധാനം, സന്തോഷം ഹൃദയത്തിൽ? അപ്പോൾ സമയത്ത് ചില പാട്ടുകളൊക്കെ ഞാൻ ഹൃദയത്തിൽ പാടിക്കൊണ്ട് നടന്നു. ഇനി ന്യായപ്രമാണത്തിന് അത്ഭുതം കാണുവാൻ എൻ കൺകൾ തുറക്കണമേ എന്നുള്ള പാട്ട് മൈക്കിൽ കൂടെ ഒക്കെ കേൾക്കുമ്പോൾ അത് റിപ്പീറ്റ് ചെയ്ത് ഞാൻ പാടിക്കൊണ്ട് നടക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സമയത്ത് ഞങ്ങളുടെ ഭവനത്തിലേക്ക് മദർ ലോയിലൂടെ സിസ്റ്റേഴ്സ് കടന്നു വരുവാനിടയായി. പ്രാർത്ഥിക്കാൻ വന്ന സഹോദരിമാരെ കണ്ടപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വലിയ അത്ഭുതം തോന്നി. അവരുടെ മുഖത്തെ പ്രകാശവും അവരുടെ വെള്ള വസ്ത്രം ധരിച്ചുള്ള വരവും ചിരിയും ഒക്കെ കണ്ടവർ, കർത്താവേ, ഇവരൊന്നും പാവപ്പെട്ട 2 സഹോദരിമാരാണ്, ഇവർക്ക് എങ്ങനെ ഈ സന്തോഷവും സമാധാനവും കിട്ടി? എന്താണ് ഇത്രമാത്രം സന്തോഷം എന്ന് എൻ്റെ ഹൃദയത്തിൽ തോന്നി. ഞാനങ്ങനെ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഈ സന്തോഷ സമാധാനവും എന്നിൽ പകർന്നാൽ ഞാനും ഒരു ദൈവത്തിലായി തീർന്നുകൊള്ളാണെന്ന് ഒരു തീരുമാനം ഹൃദയത്തിലെടുത്തു. അപ്പോൾ അവരുടെ കൂടെ പ്രാർത്ഥിക്കാനിരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവരുടെ കൂടെ പ്രാർത്ഥിപ്പായിരുന്നപ്പോൾ പ്രവചനം എന്നോട് പറയുവാനിടയും, മകളെ, ഒരു എസ്തറിനെ പോലെ ഉപവസിച്ചാൽ നിന്റെ അവസ്ഥയ്ക്ക് ഭേദം വരുമെന്ന്. എന്നാൽ ഞാൻ തലേദിവസം ചിന്തിച്ച കാര്യം തൊട്ട് അവരെന്നോട് ദൈവാലോചന പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു ദൈവമുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ എന്നിൽ വന്നു. കർത്താവ്, ഇങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ കർത്താവെ, തീർച്ചയായിട്ടും എനിക്കും ഈ അനുഭവം ലഭിക്കുകയാണെങ്കിൽ കർത്താവ് പറയുന്ന പോലെ ഞാൻ ചെയ്തു കൊള്ളാമെന്ന്. അങ്ങനെ ഒരു എസ്തറിനെ പോലെ ഉപവസിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ഉപവസിക്കാനായിട്ട് തീരുമാനിച്ചു. വാസത്തിൻ്റെ ഫസ്റ്റ് ഡേയിൽ ഞാൻ രക്ഷിക്കപ്പെടുന്നു. സെക്കൻഡ് ഡേയിൽ അഭിഷേകത്താൽ ദൈവം എന്നെ നിറയ്ക്കുന്നു. ഇരുന്ന സ്ഥലത്തു നിന്ന് നടുക്കോട്ട് ഒരു വലിയ ശക്തി എന്നെ എടുത്ത് മുന്നോട്ട് കൊണ്ടുവരികയും അവിടെ ആരാധിക്കുകയും അന്യഭാഷ സംസാരിക്കുകയും ഞാനൊരു വെയിറ്റ്ലെസ് ആകുകയും ചെയ്തു. 7:30 ഈ ടൈം പോലും ഞാൻ ഓർക്കുന്നുണ്ട്. 7:35 16th 7:35 അന്ന് എൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനിരുന്ന ദിവസമാണ്. അന്ന് എന്നെ ആത്മാവിൽ ദൈവം നിറച്ചു. ഹല്ലേലൂയ. ആ നിറവോടുകൂടെ അന്ന് രാത്രിയിൽ ഞാനും കുഞ്ഞുങ്ങളും നാട്ടിലായിരുന്നു. ഹസ്ബൻഡ് കുവൈറ്റിലുമായിരുന്നാൽ വിസ ഇല്ലായിരുന്നു. അന്ന് രാത്രിയിൽ അവിടുത്തെ നിയമം മാറി ഫാമിലി വിസ ഓപ്പൺ ചെയ്യുവാൻ തുടങ്ങി. എന്നെ ഹസ്ബൻഡ് വിളിക്കാനിടയായി. അങ്ങനെ ഞാനും വരുന്നു എന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്യാൻ അങ്ങനെ ഞങ്ങൾ കുവൈറ്റിൽ ചെന്ന് കുടുംബമായിട്ട് അവിടെ അങ്ങോട്ട് തിരക്കി കണ്ടുപിടിച്ച് ചർച്ച് ഓഫ് ഗോഡ് അഹമ്മദിയിൽ സ്നാനപ്പെടുവാൻ ദൈവം സഹായിച്ചു. കുവൈറ്റ് യുദ്ധ കാലഘട്ടങ്ങളിൽ ആന്റി എവിടെയായിരുന്നു? അന്നത്തെ കുറച്ച് അനുഭവങ്ങൾ. കുവൈറ്റ് യുദ്ധ കാലഘട്ടങ്ങളിൽ ഞാൻ ആ സമയത്ത് എല്ലാവരും യുദ്ധ സമയത്ത് കുവൈറ്റിൽ നിന്ന് ഓടിപ്പോയ ടൈമിൽ ഞങ്ങളും ഭവനത്തിലിരുന്നു. കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് എങ്ങനെ ഓടിപ്പോകുമെന്ന് വിചാരിച്ച് ഫ്ലൈറ്റ് എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നോ അന്നേ പോകുന്നുള്ളൂ. അങ്ങനെ 2 മാസം കഴിഞ്ഞാണ് ഞങ്ങൾ ഇറാഖിലേക്ക്, എൻ്റെ ഹസ്ബൻഡ് പോയി ഇറാഖിൽ റൂം ബുക്ക് ചെയ്ത് 3 days അവിടെ താമസിച്ച് അവിടെ നിന്ന് ജോർദാനിൽ പോകണം. ജോർദാനിൽ നിന്നാണ് പിന്നെ അടുത്ത ഫ്ലൈറ്റ് ഇന്ത്യയിൽ. അങ്ങനെ 2 മാസം കഴിഞ്ഞ് ഞങ്ങൾ ഇറാഖിലേക്ക് യാത്രയായി. ഞങ്ങളുടെ കുടുംബങ്ങളും എല്ലാവരുമായിട്ട് യാത്രയായി. പിറ്റേ 2 ദിവസം കഴിഞ്ഞ് ജോർദാനിലേക്കുള്ള ഫ്ലൈറ്റിന് ഞങ്ങൾ എയർപോർട്ടിൽ വന്നപ്പോൾ ഫ്ലൈറ്റ് ഞാനും എൻ്റെ ഹസ്ബൻഡും കുഞ്ഞുങ്ങളും ബ്രദർ ആൻഡ് സിസ്റ്റർ ബാക്കി ഫാമിലീസ് എല്ലാം കയറി ഫ്ലൈറ്റിനകത്ത്. ഒരു സീറ്റ് പോലും ഇല്ല. ഞങ്ങൾ കയറാൻ വന്നപ്പോഴത്തേക്ക് ഫ്ലൈറ്റ് ഇത് ആയിപ്പോയി, ഫുൾ സീറ്റ് ആയിപ്പോയി. ഞങ്ങളവിടെ നിന്ന് ഭാരപ്പെട്ട് അറിയാതെ ഞാൻ ഓടുകയും ചെയ്തു അങ്ങോട്ട്. അവിടെ അവരെനിക്ക് വാണിങ് തന്നു. എനിവേ അങ്ങനെ ഞങ്ങൾ ഭാരപ്പെട്ട് അവിടെ ഇരിക്കുമ്പോൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നില്ല. കാരണം ഡോർ അടയുന്നില്ല. അപ്പം അതിൻ്റെ ഡോർ അടയ്ക്കാനായിട്ട് ടെക്നീഷ്യൻസ് വരുന്നു. ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് ഓടിച്ചെന്ന്
കുഞ്ഞുങ്ങളും ഞങ്ങളുമായിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഒരു സീറ്റും ഇല്ല. പിന്നെ അവർ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ ഫുഡ്, കുഞ്ഞുങ്ങളുടെ ഫുഡ്, കൂടാതെ വിസ, ജോർദാനിലെ വിസ എല്ലാം കസിൻസിൻ്റെ കയ്യിലാണ്, ഫ്ലൈറ്റിനകത്തായി പോയി. ഇനി ഞങ്ങൾക്ക് രക്ഷയില്ല. അവിടെ നിന്നാൽ ഇറാഖിൽ നിന്നാൽ ഒരു രക്ഷയുമില്ല, വിസ ഇല്ല, കുഞ്ഞുങ്ങൾക്ക് ആഹാരമില്ല, ഞങ്ങളിവിടെ പാർക്കും. അങ്ങനെ വളരെ പ്രതിസന്ധി നിൽക്കുമ്പോഴാണ് ഈ ഒരു സംഭവം ഡോറടയാൻ വയ്യാതെ വന്ന്. അങ്ങനെ അവർ പറഞ്ഞു ഞങ്ങൾ എയർ ഹോസ്റ്റസ് നോക്കട്ടെ, പിന്നെ സ്റ്റാഫിനുള്ള സീറ്റിൽ നിങ്ങളെ ഇരുത്താമോ എന്ന്. അങ്ങനെ നോക്കിയപ്പോൾ 4 സീറ്റ് കറക്റ്റ് ഞാൻ കുഞ്ഞുങ്ങളെ മടിയിൽ വെച്ച് 4 സീറ്റ് ഞങ്ങൾക്ക് ലഭിച്ചു. അവിടെ ചെന്ന് ഞങ്ങൾ ജോർദാനിൽ ചെന്ന് ലാൻഡ് ചെയ്യുമ്പോഴാണ് അറിയുന്നത്, പ്രസ് റിപ്പോർട്ടേഴ്സ് ഞങ്ങളോട് ചോദിക്കുവാനിടയായി, ഡു യു നോ ദിസ് ഇസ് ദ ലാസ്റ്റ് ഫ്ലൈറ്റ് ഫ്രം ഇറാഖ് എന്ന്. ഞങ്ങൾ കുട്ടിക്കരഞ്ഞു പോയി, കാരണം ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ലാസ്റ്റ് ഫ്ലൈറ്റ് ആണെന്ന് അവർ പറയുമ്പോൾ. ഇടയ്ക്ക് ജീവിതത്തിൽ രോഗസൗഖ്യം ലഭിച്ചല്ലോ, അതിനെക്കുറിച്ച് പ്രൈസ് ലോർഡ്. അത് ഈ വിശ്വാസ ജീവിതത്തിൽ വന്ന ശേഷം ഞാനിങ്ങനെ ജോലിയിൽ കണ്ടിന്യൂ ചെയ്ത് ഞങ്ങളിങ്ങനെ കുടുംബമായിട്ട് 2 വർഷത്തോളം ഇങ്ങനെ പോയ സമയത്ത് എനിക്ക് പെട്ടെന്നൊരു എൻ്റെ നെക്കിൻ്റെ അവിടെ ഒരു സ്വെല്ലിങ് ഉണ്ടാകുവാനിടയായി. ആ സമയത്ത് എന്താണെന്ന് അറിയില്ല. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്തപ്പോഴത് ഒരു മാരക രോഗത്തിൻ്റെ ലക്ഷണമായിട്ടാണ് ആ റിസൾട്ട് വന്നത്. അപ്പം ഞങ്ങളോട് പറഞ്ഞു ആഫ്റ്റർ 3 ഡേയ്സ് എൻ്റെ വലിയ ഹോസ്പിറ്റലുണ്ട്, മുബാറക് ഹോസ്പിറ്റലിൽ പോയി വീണ്ടും ടെസ്റ്റ് ചെയ്യണമെന്ന്. അപ്പം ഇതറിഞ്ഞ് എൻ്റെ സഹോദരങ്ങളും ചർച്ചും എല്ലാം പ്രാർത്ഥിക്കാൻ തുടങ്ങി. എല്ലാവർക്കും സങ്കടവും കരച്ചിലും ഒക്കെ ആയിരുന്നു. എന്നാൽ എനിക്ക് ഭയങ്കര ഉള്ളിൽ ധൈര്യമുണ്ടായിരുന്നു. ഞാൻ അവരോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? ഞാനിന്ന് രക്ഷിക്കപ്പെട്ട ഒരു പൈതലാണ്, ഞാൻ മരിച്ചാൽ ഞാൻ സ്വർഗത്തിൽ പോകും, നിങ്ങളതിന് ആരും പറയടാകണ്ടെന്ന് പ്രാർത്ഥിച്ചാൽ മതി. അങ്ങനെ ഞങ്ങളുടെ ദേവദാസനും കുടുംബവും അവരുടെ സഹോദരിയൊക്കെ ഭവനത്തിൽ വന്ന് 3 ഡേയ്സ് ഉപവസിച്ച് പ്രാർത്ഥിപ്പാനിടയായി. ആ ഉപവാസ പ്രാർത്ഥന വലിയ പവർഫുള്ളായിരുന്നു. ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴേ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു, ഒരു എൻ്റെ ശരീരത്തു നിന്ന് എന്തോ ഒരു ആവി പോലെ വിട്ടുപോകുന്ന പോലെ. അത് അവരോട് പറയുകയും ചെയ്തു. ഒരു ആത്മാവിൽ ആരാധിച്ച് ശ്വാസിച്ചു. എന്നാലും നമ്മൾ ടെസ്റ്റിന് പോകണമല്ലോ. 3 ഡേയ്സ് കഴിഞ്ഞ് മുബാറക് ഹോസ്പിറ്റലിൽ ചെന്ന് വീണ്ടും ടെസ്റ്റ് ചെയ്തപ്പോൾ അത് ഡോക്ടർ നീഡിൽ വെച്ചിങ്ങനെ ലിക്വിഡ് എടുത്ത് നോക്കിക്കപ്പം പറയുന്നു, ഓ നീ റിസൾട്ടുമായിട്ടാണല്ലോ കടന്നു വന്നത്, ഞങ്ങളുടെ റിസൾട്ടിൽ ഒന്നും കാണുന്നില്ല, ഇതെങ്ങനെ സംഭവിച്ചു? ഞാൻ പറഞ്ഞു, എൻ്റെ ജീസസ് എന്നെ സൗഖ്യമാക്കി എന്ന് പറയുവാനും അവിടെ ദൈവനാമം മഹത്വപ്പെടുവാനും. എൻ്റെ സ്റ്റാഫ് ഒരു ബെന്തിക്കോസ് അനുഭവമുള്ള സ്ത്രീയായിരുന്നു, സഹോദരിയായിരുന്നു സെക്രട്ടറി. ഞങ്ങളെല്ലാം അവിടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം സഹായിച്ചു. അന്ന് മുതൽ ഇന്ന് വരെ പിന്നെ അത് വന്നില്ല. അതോടെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം എനിക്കൊരു കൃപ തന്നു. അതുവരെ എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ പ്രാർത്ഥിപ്പാൻ ആ വിഷയത്തിൽ ദൈവം സഹായിച്ചു. ദൈവകരത്തിൽ തിരിച്ചറിഞ്ഞ മറ്റേതെങ്കിലും അനുഭവം? വീണ്ടും ദൈവം, ഞങ്ങളങ്ങനെ പോകുമ്പോൾ എൻ്റെ 2 വർഷം കഴിഞ്ഞ് വീണ്ടും അങ്ങനെ ഇരിക്കുമ്പോൾ ജോലി നഷ്ടപ്പെടുന്നു. ജോലി നഷ്ടപ്പെട്ട സമയത്ത് ഭവനത്തിൽ ഞാൻ തീരുമാനിച്ചു രാവിലെ പ്രെയർ കൂടാമെന്ന്. അങ്ങനെ സഹോദരിമാരെയൊക്കെ വിളിക്കുകയും അനേകർ ഭവനത്തിൽ കടന്നു വരുന്ന ഞങ്ങളൊരു പ്രാർത്ഥന പ്രെയർ ഗ്രൂപ്പ് തുടങ്ങി. അവർക്ക് വേണ്ടി, അവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചിലർ രക്ഷിക്കപ്പെടുന്നു, ചില സ്നാനത്തിന് സമർപ്പിക്കുന്നു. എന്നാൽ ആ സമയത്ത് ഞങ്ങൾക്ക് വളരെ ഒരാളുടെ ജോലി കൊണ്ട് കുവൈറ്റിൽ കഴിഞ്ഞു പോകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ആ സമയത്ത് ഞാൻ വളരെ ഭാരപ്പെട്ടു. ഞങ്ങൾ വളരെ ഭാരപ്പെട്ടെങ്കിലും ആരോടും ഒന്നും പറയാനും ചോദിക്കാനും പോയില്ല. മറ്റുള്ളവർ കണ്ടാൽ ഞങ്ങൾക്ക് അങ്ങനെ പറയത്തുമില്ല, അങ്ങനെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരാണെന്നതുപോലെ ആ ഒരു രീതിയിൽ ഞങ്ങളെ ദൈവം നയിച്ചു. എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, കുഞ്ഞുങ്ങളുടെ ഫീസ് കൊടുക്കാൻ പോലും ഒരു സമയത്ത് കയ്യിൽ പൈസ ഇല്ലാതിരുന്ന സമയത്ത് ഞങ്ങളെ അറിയുന്ന ഒരു ഫാമിലി കുറച്ച് ദൂരെ താമസിക്കാൻ അവരുടെ ഹൃദയത്തിൽ ദൈവം അത് തോന്നിച്ചിട്ട് ആ കറക്റ്റ് ഫീസ് എൻ്റെ പൈസ എമൗണ്ട് ഞങ്ങളിവിടെ ദൈവവേല ചെയ്യാനായിട്ട് വൈകിട്ട് ഞങ്ങൾ ഭവനങ്ങളിൽ സുവിശേഷം പറയാൻ പോകുന്ന സമയത്ത് കുഞ്ഞുങ്ങളുടെ കയ്യിൽ എൻവലപ്പ് കൊടുത്തിട്ട് പോയി. ആരെന്തെന്ന് എഴുതിയില്ല. ഒരാഴ്ച ഞങ്ങൾ തുറന്ന് നോക്കിയപ്പോൾ കുഞ്ഞുങ്ങൾ ഞങ്ങളെ വന്നപ്പോൾ കാണിച്ചത് തുറന്നു നോക്കിയപ്പോൾ കറക്റ്റ് ഫീ ഉണ്ടായിരുന്നു. ഞങ്ങൾ ദൈവത്തിനെ 1000 സ്തുതിച്ച് എങ്ങനെ ദൈവം ചെയ്തൊരു വലിയൊരു അത്ഭുതമാണെന്ന് ആരോടും ഞങ്ങൾ ചോദിച്ചില്ല. ഈ വന്നവർ ഞങ്ങളെ ഒരാഴ്ച കഴിഞ്ഞ് വിളിച്ചിട്ട് ഇന്നാരാണെന്നും ഞങ്ങളവിടെ കൊണ്ടു തന്നു എന്ന് പറഞ്ഞു. അവിടെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ അവരുടെ ഹൃദയത്തിൽ ദൈവം ഹേമിച്ചു ഞങ്ങൾക്ക് തരണമെന്ന്. അങ്ങനെ ആ കുടുംബം ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് തരുവാനും അതൊരു അത്ഭുതമായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ. അതുവരെ എനിക്ക് പൈസ ഒരാൾക്കില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാനുള്ള കഴിവില്ലായിരുന്നു. കാരണം എൻ്റെ പേരൻസ് അവിടെ ആയിരുന്നു, കുവൈറ്റിലായിരുന്നു. വളരെ സാമ്പത്തിക
മായ ഉയർച്ചയിലൊക്കെ വളർന്നു വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം എനിക്ക് ഒരാൾക്ക് പൈസ ഇല്ലെന്നോ ജോലിയില്ലെന്നോ ഒന്നും പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയും. ദൈവം എന്നെ ഇത് പഠിപ്പിച്ചു. അത് ഒരു പാഠം, അത് മറ്റുള്ളവർക്ക് വേണ്ടി അതും പ്രാർത്ഥിപ്പാൻ. അങ്ങനെയായിരിക്കുമ്പോൾ ഫുഡൊക്കെ വാങ്ങിക്കുന്ന കാര്യത്തിലും ബുദ്ധിമുട്ട് വന്നു ആ സമയത്ത്. എന്നാൽ ദൈവം ഓരോ ദിവസവും നടത്തി. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ കൂടെ ജോലി ചെയ്ത ഒരു കുവൈറ്റ് ലേഡിയുടെ മദറിന് ദൈവത്തിൻ്റെ ആത്മാവ് അവരെ നിയമിച്ചു. അപ്പൊ ആ കുവൈറ്റ് ലേഡി ഞാൻ ഒന്ന് ജോലിയുമ്പോൾ എന്നോട് ചോദിക്കുമായിരുന്നു, ജോലി എന്താ നീ ആഭരണമൊന്നും വിടാത്തത്, നീ എന്താ ഇങ്ങനെ എന്നാൽ നിന്നെ കാണാൻ കുഴപ്പമില്ലല്ലോ, നീ അവരുടെ നല്ലതാ എന്നൊക്കെ എന്നെ പറഞ്ഞ് എന്നിട്ട് എൻ്റെ അനുഭവമൊക്കെ ചോദിക്കുകയും. അപ്പോൾ അവരിലും ഇങ്ങനെയൊക്കെ ഉണ്ട്, അവരിടാത്തവരെ, പിന്നെ TV കാണാത്തവരെ, അങ്ങനെ വരുന്നത്. അപ്പോൾ അവിടെ അമ്മ ഒരു ഓർത്തഡോക്സ് ടൈപ്പ് മുസ്ലിം ആയിരുന്നു. ആ അമ്മയോട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെക്കുറിച്ച് വലിയ എപ്പോഴും അന്വേഷിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കും പറഞ്ഞു, നീ ഇപ്പം ആ ജോലിയെക്കുറിച്ചൊന്നും കേൾക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴേ പറഞ്ഞ ജോലിയില്ല, വീട്ടിലിരിക്കുക എന്ന് പറഞ്ഞു. അവര് ഞങ്ങളൊരു പ്രെയർ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ലോറി, ഒരു പിക്കപ്പ് നിറച്ച് ഫുഡ് 1 മാസത്തേനുള്ളത് ഡ്രൈവറുമായിട്ട് വന്ന് ഭവനത്തിൽ കൊണ്ടുതരുവാനിടയായി. വേണ്ടുന്ന എല്ലാ സാധനങ്ങളും അല്ല. അപ്പൊ എനിക്കതിൻ്റെ ആവശ്യമില്ലാത്തറേ അത് ഞാൻ അവിടെ ഉള്ളവരുമായിട്ടൊക്കെ ഷെയർ ചെയ്തു. ഏലിയാവിന് കാക്കയെ കൊണ്ട് പോറ്റി പുലർത്തിയ ദൈവം ആ നിമിഷവും ദൈവം എന്നെ അതും ദൈവം എന്നെ പഠിപ്പിച്ചു. നിന്റെ ചട്ടങ്ങളെ പഠിപ്പാൻ തക്കവണ്ണം നീ എന്നെ കഷ്ടത്തിലാക്കി. അല്ലാതെ എനിക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകാത്ത ഒരു രീതി വളർന്നു വന്നവളാ ഞാൻ. ദൈവം അതെന്നെ താഴ്ചയിലേക്ക് കൊണ്ടുവന്നതാണ്. അപ്പം അനുഭവം പഠിപ്പിക്കാൻ, അങ്ങനെ ആവശ്യങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥിപ്പാനും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനൊക്കെ ദൈവം സഹായിച്ചു. അന്ന് മുതൽ ഇന്ന് വരെ അങ്ങനെയുള്ള ഓരോ ഭാരപ്പെടുന്നവർക്ക്, ജോലിയില്ലാത്തവർക്ക്, രോഗികൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതൊരു അനുഭവമാണ് എൻ്റെ ജീവിതത്തിൽ. ഇടയ്ക്ക് ജീവിതത്തിൽ രോഗസൗഖ്യം ലഭിച്ചല്ലോ, അതിനെക്കുറിച്ച് എന്താണ്? പ്രൈസ് ലോർഡ്. അത് ഈ വിശ്വാസ ജീവിതത്തിൽ വന്ന ശേഷം ഞാനിങ്ങനെ ജോലിയിൽ കണ്ടിന്യൂ ചെയ്ത് ഞങ്ങളിങ്ങനെ കുടുംബമായിട്ട് 2 വർഷത്തോളം ഇങ്ങനെ പോയ സമയത്ത് എനിക്ക് പെട്ടെന്നൊരു എൻ്റെ നെക്കിൻ്റെ അവിടെ ഒരു സ്വെല്ലിങ് ഉണ്ടാകുവാനിടയായി. ആ സമയത്ത് എന്താണെന്ന് അറിയില്ല. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്തപ്പോഴത് ഒരു മാരക രോഗത്തിൻ്റെ ലക്ഷണമായിട്ടാണ് ആ റിസൾട്ട് വന്നത്. അപ്പം ഞങ്ങളോട് പറഞ്ഞു, ആഫ്റ്റർ 3 days എൻ്റെ വലിയ ഹോസ്പിറ്റലുണ്ട്, മുബാറക് ഹോസ്പിറ്റലിൽ പോയി വീണ്ടും ടെസ്റ്റ് ചെയ്യണമെന്ന്. അപ്പം ഇതറിഞ്ഞ് എൻ്റെ സഹോദരങ്ങളും ചർച്ചും എല്ലാം പ്രാർത്ഥിക്കാൻ തുടങ്ങി. എല്ലാവർക്കും സങ്കടവും കരച്ചിലും ഒക്കെ ആയിരുന്നു. എന്നാൽ എനിക്ക് ഭയങ്കര ഉള്ളിൽ ധൈര്യമുണ്ടായിരുന്നു. ഞാൻ അവരോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? ഞാനിന്ന് രക്ഷിക്കപ്പെട്ട ഒരു പൈതലാണ്, ഞാൻ മരിച്ചാൽ ഞാൻ സ്വർഗത്തിൽ പോകും, നിങ്ങളതിന് ആരും പറയിടാകണ്ടെന്ന് പ്രാർത്ഥിച്ചാൽ മതി. അങ്ങനെ ഞങ്ങളുടെ ദേവദാസനും കുടുംബവും അവരുടെ സഹോദരിയൊക്കെ ഭവനത്തിൽ വന്ന് 3 days ഉപവസിച്ച് പ്രാർത്ഥിപ്പാനിടയായി. ആ ഉപവാസ പ്രാർത്ഥന വലിയ പവർഫുള്ളായിരുന്നു. ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴേ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു, എൻ്റെ ശരീരത്തു നിന്ന് എന്തോ ഒരു ആവി പോലെ വിട്ടുപോകുന്ന പോലെ. അത് അവരോട് പറയുകയും ചെയ്തു. ഒരു ആത്മാവിൽ ആരാധിച്ച് ശ്വാസിച്ചു. എന്നാലും നമ്മൾ ടെസ്റ്റിന് പോകണമല്ലോ. 3 days കഴിഞ്ഞ് മുബാറക് ഹോസ്പിറ്റലിൽ ചെന്ന് വീണ്ടും ടെസ്റ്റ് ചെയ്തപ്പോൾ അത് ഡോക്ടർ നീഡിൽ വെച്ചിങ്ങനെ ലിക്വിഡ് എടുത്ത് നോക്കിക്കപ്പം പറയുന്നു, നീ റിസൾട്ടുമായിട്ടാണല്ലോ കടന്നു വന്നത്, ഞങ്ങളുടെ റിസൾട്ടിൽ ഒന്നും കാണുന്നില്ല, ഇതെങ്ങനെ സംഭവിച്ചു? ഞാൻ പറഞ്ഞു, എൻ്റെ ജീസസ് എന്നെ സൗഖ്യമാക്കി എന്ന് പറയുവാനും അവിടെ ദൈവനാമം മഹത്വപ്പെടുവാനും. എൻ്റെ സ്റ്റാഫ് ഒരു ബെന്തിക്കോസ് അനുഭവമുള്ള സ്ത്രീയായിരുന്നു, സഹോദരിയായിരുന്നു സെക്രട്ടറി. ഞങ്ങളെല്ലാം അവിടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം സഹായിച്ചു. അന്ന് മുതൽ ഇന്ന് വരെ പിന്നെ അത് വന്നില്ല. അതോടെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം എനിക്കൊരു കൃപ തന്നു. അതുവരെ എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ പ്രാർത്ഥിപ്പാൻ ആ വിഷയത്തിൽ ദൈവം സഹായിച്ചു. ദൈവകരത്തിൽ തിരിച്ചറിഞ്ഞ മറ്റേതെങ്കിലും അനുഭവം? വീണ്ടും ദൈവം, ഞങ്ങളങ്ങനെ പോകുമ്പോൾ എൻ്റെ 2 വർഷം കഴിഞ്ഞ് വീണ്ടും അങ്ങനെ ഇരിക്കുമ്പോൾ ജോലി നഷ്ടപ്പെടുന്നു. ജോലി നഷ്ടപ്പെട്ട സമയത്ത് ഭവനത്തിൽ ഞാൻ തീരുമാനിച്ചു രാവിലെ പ്രെയർ കൂടാമെന്ന്. അങ്ങനെ സഹോദരിമാരെയൊക്കെ വിളിക്കുകയും അനേകർ ഭവനത്തിൽ കടന്നു വരുന്ന ഞങ്ങളൊരു പ്രെയർ ഗ്രൂപ്പ് തുടങ്ങി. അവർക്ക് വേണ്ടി, അവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചിലർ രക്ഷിക്കപ്പെടുന്നു, ചില സ്നാനത്തിന് സമർപ്പിക്കുന്നു. എന്നാൽ ആ സമയത്ത് ഞങ്ങൾക്ക് വളരെ ഒരാളുടെ ജോലി കൊണ്ട് കുവൈറ്റിൽ കഴിഞ്ഞു പോകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ആ സമയത്ത് ഞാൻ ഞങ്ങൾ വളരെ ഭാരപ്പെട്ടെങ്കിലും ആരോടും ഒന്നും പറയാനും ചോദിക്കാനും പോയില്ല. മറ്റുള്ളവർ കണ്ടാൽ ഞങ്ങൾക്ക് അങ്ങനെ പറയത്തുമില്ല, അങ്ങനെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരാണ്. അതുപോലെ ആ ഒരു രീതിയിൽ ഞങ്ങളെ ദൈവം നയിച്ചു.
എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, കുഞ്ഞുങ്ങളുടെ ഫീസ് കൊടുക്കാൻ പോലും ഒരു സമയത്ത് കയ്യിൽ പൈസ ഇല്ലാതിരുന്ന സമയത്ത് ഞങ്ങളെ അറിയുന്ന ഒരു ഫാമിലി കുറച്ച് ദൂരെ താമസിക്കാൻ അവരുടെ ഹൃദയത്തിൽ ദൈവം അത് തോന്നിച്ചിട്ട് ആ കറക്റ്റ് ഫീസ് എൻ്റെ പൈസ എമൗണ്ട് ഞങ്ങളിവിടെ ദൈവവേല ചെയ്യാനായിട്ട് വൈകിട്ട് ഞങ്ങൾ ഭവനങ്ങളിൽ സുവിശേഷം പറയാൻ പോകുന്ന സമയത്ത് കുഞ്ഞുങ്ങളുടെ കയ്യിൽ എൻവലപ്പ് കൊടുത്തിട്ട് പോയി, ആരെന്തെന്ന് എഴുതിയില്ല. ഒരാഴ്ച ഞങ്ങൾ തുറന്നു നോക്കിയപ്പോൾ കുഞ്ഞുങ്ങൾ ഞങ്ങളെ വന്നപ്പോൾ കാണിച്ചത് തുറന്നു നോക്കിയപ്പോൾ കറക്റ്റ് ഫീ ഉണ്ടായിരുന്നു. ഞങ്ങൾ ദൈവത്തിനെ 1000 സ്തുതിച്ച് എങ്ങനെ ദൈവം ചെയ്തൊരു വലിയൊരു അത്ഭുതമാണെന്ന് ആരോടും ഞങ്ങൾ ചോദിച്ചില്ല. ഈ വന്നവർ ഞങ്ങളെ ഒരാഴ്ച കഴിഞ്ഞ് വിളിച്ചിട്ട് ഇന്നാരാണെന്നും ഞങ്ങൾ അവിടെ കൊണ്ടു തന്നു എന്ന് പറഞ്ഞു. അവർ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ അവരുടെ ഹൃദയത്തിൽ ദൈവം ഹേമിച്ചു ഞങ്ങൾക്ക് തരണമെന്ന്. അങ്ങനെ ആ കുടുംബം ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് തരുവാനും അതൊരു അത്ഭുതമായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ. അതുവരെ എനിക്ക് പൈസ ഒരാൾക്കില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാനുള്ള കഴിവില്ലായിരുന്നു. കാരണം എൻ്റെ പേരൻസ് അവിടെ ആയിരുന്നു, കുവൈറ്റിലായിരുന്നു. വളരെ സാമ്പത്തികമായ ഉയർച്ചയിലൊക്കെ വളർന്നു വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം എനിക്ക് ഒരാൾക്ക് പൈസ ഇല്ലെന്നോ ജോലിയില്ലെന്നോ ഒന്നും പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള കഴിവ് ദൈവം എന്നെ ഇത് പഠിപ്പിച്ചു. അത് ഒരു പാഠം, അത് മറ്റുള്ളവർക്ക് വേണ്ടി അതും പ്രാർത്ഥിപ്പാൻ. അങ്ങനെയായിരിക്കുമ്പോൾ ഫുഡൊക്കെ വാങ്ങിക്കുന്ന കാര്യത്തിലും ബുദ്ധിമുട്ട് വന്നു ആ സമയത്ത്. എന്നാൽ ദൈവം ഓരോ ദിവസവും നടത്തി. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ കൂടെ ജോലി ചെയ്ത ഒരു കുവൈറ്റി ലേഡിയുടെ മദറിന് ദൈവത്തിൻ്റെ ആത്മാവ് അവരെ ഹേമിച്ചു. അപ്പൊ ആ കുവൈറ്റ് ലേഡി ഞാൻ ഒന്ന് ജോലി ചെയ്യുമ്പോൾ എന്നോട് ചോദിക്കുമായിരുന്നു, ജോളി എന്താ നീ ആഭരണമൊന്നും വിടാത്തത്, നീ എന്താ ഇങ്ങനെ എന്നാൽ നിന്നെ കാണാൻ കുഴപ്പമില്ലല്ലോ, നീ അവരുടെ നല്ലതാ എന്നൊക്കെ എന്നെ പറഞ്ഞ് എന്നിട്ട് എൻ്റെ അനുഭവമൊക്കെ ചോദിക്കുകയും അപ്പോൾ അവരിലും ഇങ്ങനെയൊക്കെ ഉണ്ട്, അവരിടാത്തവരെ പിന്നെ TV കാണാത്തവരെ അങ്ങനെ വരുന്നത്. അപ്പോൾ അവിടെ അമ്മ ഒരു ഓർത്തഡോക്സ് ടൈപ്പ് മുസ്ലിം ആയിരുന്നു. ആ അമ്മയോട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെക്കുറിച്ച് എപ്പോഴും അന്വേഷിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കും നീ ഇപ്പം ആ ജോലിയെക്കുറിച്ചൊന്നും കേൾക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴേ പറഞ്ഞ ജോലിയില്ല, വീട്ടിലിരിക്കുക എന്ന് പറഞ്ഞു. അവര് ഞങ്ങളൊരു പ്രെയർ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ലോറി ഒരു പിക്കപ്പ് നിറച്ച് ഫുഡ് 1 മാസത്തേനുള്ളത് ഡ്രൈവറുമായിട്ട് വന്ന് ഭവനത്തിൽ കൊണ്ടുതരുവാനിടയായി. വേണ്ടുന്ന എല്ലാ സാധനങ്ങളും അല്ല. അപ്പൊ എനിക്കതിൻ്റെ ആവശ്യമില്ലാത്തറേ അത് ഞാൻ അവിടെ ഉള്ളവരുമായിട്ടൊക്കെ ഷെയർ ചെയ്തു. ഏലിയാവിന് കാക്കയെ കൊണ്ട് പോറ്റി പുലർത്തിയ ദൈവം ആ നിമിഷവും ദൈവം എന്നെ അതും ദൈവം എന്നെ പഠിപ്പിച്ചു. നിന്റെ ചട്ടങ്ങളെ പഠിപ്പാൻ തക്കവണ്ണം നീ എന്നെ കഷ്ടത്തിലാക്കി. അല്ലാതെ എനിക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകാത്ത ഒരു രീതി വളർന്നു വന്നവളാ ഞാൻ. ദൈവം അതെന്നെ താഴ്ചയിലേക്ക് കൊണ്ടുവന്നതാണ്. അപ്പം അനുഭവം പഠിപ്പിക്കാൻ, അങ്ങനെ ആവശ്യങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥിപ്പാനും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനൊക്കെ ദൈവം സഹായിച്ചു. അന്ന് മുതൽ ഇന്ന് വരെ അങ്ങനെയുള്ള ഓരോ ഭാരപ്പെടുന്നവർക്ക്, ജോലിയില്ലാത്തവർക്ക്, രോഗികൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതൊരു അനുഭവമാണ് എൻ്റെ ജീവിതത്തിൽ. വിശ്വാസ ജീവിതത്തിൽ വളർന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ആന്റിയുടെ ജീവിതത്തിൽ നിന്ന് എന്ത് പാഠം കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്? എൻ്റെ ജീവിതത്തിൽ നിന്നും കൊടുക്കുവാനുള്ള ഒരു പാഠം, നിർണയപ്രകാരം വിളിച്ചവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഇവരുന്നൊന്നും ദോഷത്തിനല്ലെല്ലാം നന്മയ്ക്കായിട്ടാണ്, നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. കഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം, വിശ്വാസ ജീവിതത്തിൽ കഷ്ടങ്ങൾ വരാം, ഭാരങ്ങൾ വരാം, പ്രയാസങ്ങൾ വരാം. ഇതൊന്നും നമ്മളെ താഴ്ത്തിയിടുവാനല്ല, ഇതെല്ലാം നമ്മളെ ഉയർത്തുവാനാണ്. കഷ്ടങ്ങളിൽ കൂടെ നിന്റെ ചട്ടങ്ങളെ പഠിപ്പാനൊക്കെ നീ എന്നെ കഷ്ടത്തിലാക്കി. അത് കർത്താവ് പഠിപ്പിക്കാൻ കൊണ്ടുവന്നതാണ്. നമ്മുടെ നമ്മൾ വിശ്വസിക്കുക, ദൈവത്തിൽ ആഴമായി വിശ്വസിക്കുക. ദൈവം എന്നെ പുലർത്തും, നടത്തും. നമ്മൾ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലതെന്ന് രുചിച്ചറിയുവാൻ എൻ്റെ ജീവിതത്തിൽ മനസ്സിലായ പോലെ മറ്റുള്ളവരും ഇങ്ങനെ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറയുവാനുള്ളത്, ദൈവത്തിൽ കൂടുതലായി ആശ്രയിക്കുക. ദൈവം നമ്മളെ നടത്തും. ആ വിശ്വാസത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുക, താണു പോകാതെ, വീണു പോകാതെ. ഭാവിയിൽ ദൈവനാമത്തിന് വേണ്ടി എങ്ങനെ പ്രയോജനപ്പെടാനാണ് ആന്റി ആഗ്രഹിക്കുന്നത്? പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് വേണ്ടി പ്രയോജനപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെയെല്ലാം ഒരു മറിയ തന്നാലാവോളം ചെയ്തതുപോലെ എങ്ങനെയെല്ലാം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വചനം മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ, മറ്റുള്ള വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിപ്പാൻ, ദൈവവചനം ഷെയർ ചെയ്യുവാൻ, പിന്നെ ഹൗസ് വിസിറ്റ് ചെയ്യുക, മറ്റുള്ളവരെ തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയങ്ങളെ ചെന്ന് ധൈര്യപ്പെടുത്തുവാനും ബലപ്പെടുത്തുവാനും ഒക്കെ ദൈവം സഹായിക്കാനായിട്ട് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വീണ്ടും ഭാവിയിലും അങ്ങനെ തന്നെ ചെയ്യണമെന്ന് ദൈവം ആരോഗ്യവും ബലവും ആയുസ്സും തരുന്നതനുസരിച്ച് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. സ്ട്രീറ്റ് മിനിസ്ട്രി എന്നതിൽ എനിക്ക്
ഒത്തിരി താല്പര്യമുണ്ട്. ഞാൻ കാനഡയിലാണ് ഇപ്പോൾ സെറ്റിൽ ഇതായിരിക്കുന്നത്. മക്കളോട് ആയിരിക്കുമ്പോൾ ഇപ്പം ഞാൻ ആയിരിക്കുമ്പോഴൊക്കെയും അവിടുത്തെ ചർച്ചിൽ ദേവദാസനും സഹോദരങ്ങളോടൊപ്പം ആ സ്ട്രീറ്റ് മിനിസ്ട്രിയിലൊക്കെ ഭാഗപങ്കാക്കുവാൻ ദൈവനെ സഹായിച്ചു. ദൈവത്തിൻ്റെ സാക്ഷിയായി നിൽപ്പാനൊക്കെ ദൈവം സഹായിച്ചു. ഇപ്പോൾ ഞാൻ പിന്നെ വചനം പഠിക്കണമെന്നൊരു വലിയ ആഗ്രഹം എന്നിലേക്ക് ഉണ്ടായ നിമിത്തം ഞാൻ ഇസ്രയേലിൽ വിസിറ്റ് ചെയ്തിട്ട് വന്ന ശേഷമാണ് ആ ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിൽ ഉണ്ടായത്. അങ്ങനെ ഞാൻ ദൈവവചനം പഠിക്കുവാൻ ബൈബിൾ കോളേജ് ചേർന്ന് ഓൺലൈനായിട്ട് പഠിക്കുവാനിടയായി. അത് ഗ്രാജുവേഷൻ ചെയ്യുവാനും നാളെ എൻ്റെ ദൈവം വെച്ചാൽ നാളെ എൻ്റെ ഗ്രാജുവേഷൻ സെറിമണി നടക്കുന്നു. ഇതൊക്കെയും ദൈവത്തിൻ്റെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായിട്ട് ചെയ്തതാണ്, എൻ്റെ സ്വയം ചെയ്തതല്ല. ഈ ഏജിലൊക്കെ വചനം പഠിക്കാനായിട്ട് ഒരു തീരുമാനമെടുക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാകണം. അപ്പം അത് പഠിച്ച് മറ്റുള്ളവർക്കും അറിയാം. ലേഡീസ് മിനിസ്ട്രിയിലൊക്കെ ദൈവവചനം ഷെയർ ചെയ്യാനും ദൈവനാമത്തിന് വേണ്ടി വരുവാനും ഒക്കെയായിട്ട് ഞാൻ എന്നെ സമർപ്പിക്കുകയാണ്. കർത്താവ് ആഗ്രഹിക്കുന്ന അളവിലേക്കായി തീരുവാൻ അവിടെ ആഗ്രഹിക്കുന്നു. ഇത്രയും സമയം നമ്മോടൊപ്പം സമയം സ്പെൻഡ് ചെയ്ത ആൻറ്റിക്ക് ഞാൻ നന്ദി പറയുന്നു. ദൈവ പ്രവർത്തനങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇത്രയും സമയം എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത ക്രിസ്ത്യൻ ലൈഫ് പ്രവർത്തനങ്ങളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇത് നല്ലൊരു സാക്ഷ്യമായി അനേകർക്ക് വിടുതലിനും അനുഗ്രഹത്തിനും കാരണമായി തീരട്ടെ. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇനിയും പുതിയൊരു എപ്പിസോഡിൽ പുതിയ വ്യക്തികളുമായിട്ടും പുതിയ അനുഭവങ്ങളായിട്ടും പുതിയ സാക്ഷ്യങ്ങളുമായിട്ടും നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ.